നമസ്കാരം. CMRL എക്സാലോജിക് മാസപ്പടി കേസിൽ കാര്യങ്ങൾ കൂടുതൽ ഉദ്വേഗജനകമാവുകയാണ്. പിണറായി വിജയനെ സംബന്ധിച്ച്, നമ്മുടെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനെ സംബന്ധിച്ച് കൂടുതൽ ആശങ്കാജനകവും. ഇന്നലെ ഏതാണ്ട് 9-10 മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിന് വിധേയയായി പിണറായി വിജയൻ്റെ മകൾ വീണ വിജയൻ, അഥവാ വീണ തായ്ക്കണ്ടി, വീണ ടി, കൊച്ചി എൻഫോഴ്സ്മെൻറ്റ് ഓഫീസിൽ വെച്ചായിരുന്നു ചോദ്യം ചെയ്യൽ. പുറത്തു വരുന്ന വിവരങ്ങളനുസരിച്ച് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥന്മാർ തന്നെ ഔദ്യോഗികമായ ഈ ചോദ്യം ചെയ്യൽ സംബന്ധിച്ച് യാതൊരു പ്രസ്താവനയും അവർ പുറത്തുവിട്ടിട്ടില്ല. അനൗദ്യോഗികമായി അവർ പറയുന്നത്, ചോദ്യം ചെയ്യലിലുടനീളം കൃത്യമായിട്ട് ഈ എക്സാലോജിക് എന്തിന് CMRL നിന്ന് പണം കൈപ്പറ്റി, അതിനെന്ത് സേവനമാണ് പകരമായി നൽകിയത് എന്ന ചോദ്യത്തിന് ഉത്തരം നൽകുവാൻ വീണയ്ക്കായില്ല എന്ന് മാത്രമല്ല, വീണ പറയുന്ന ഓരോ ന്യായങ്ങളും അത് ഇങ്ങനെയായിരുന്നു അങ്ങനെയായിരുന്നു എന്നുള്ളതിനെല്ലാം SFIയുടെ പക്കലുള്ള തെളിവുകളും മുൻപ് ചോദ്യം ചെയ്തപ്പോൾ ഇവരും CMRL ഉദ്യോഗസ്ഥരും നൽകിയ മറുപടികളും എല്ലാം മുന്നിലേക്ക് വെച്ചപ്പോൾ വീണ പലപ്പോഴും പതറി എന്നാണ് അറിയുവാൻ കഴിയുന്നത്. ഇപ്പോഴുള്ള പ്രശ്നമെന്ന് പറഞ്ഞാൽ, വീണയെ അറസ്റ്റ് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളതിനൊക്കെ അപ്പുറത്തേക്ക് കാര്യങ്ങൾ നീളുകയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. കാരണം ഇത്തരത്തിൽ ഒരു സേവനം, എന്ത് സേവനത്തിനാണ് പ്രതിഫലം കൈപ്പറ്റിയത് എന്ന് വീണയ്ക്കോ എക്സാലോജിക്കിനോ കൃത്യമായ മറുപടി അല്ലെങ്കിൽ തൃപ്തികരമായ മറുപടി നൽകുവാൻ സാധിച്ചില്ലെങ്കിൽ അന്വേഷണം ഇനി നീളുവാൻ പോകുന്നത് ഈ CMRLൻ്റെ മുൻകാല പ്രവർത്തികളിലേക്കും, അതായത് കേരളത്തിൽ അവർ നടപ്പാക്കിയ പദ്ധതികളിലേക്കും, പിണറായി വിജയൻ്റെ 10 വർഷങ്ങൾ നീണ്ട ഭരണകാലത്ത് അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയും അദ്ദേഹത്തിൻ്റെ ഭരണകൂടവും എടുത്ത തീരുമാനങ്ങളിലേക്കുമാണ്. തീരുമാനങ്ങളിൽ പ്രത്യേകമായി CMRLുമായി ബന്ധപ്പെട്ട് അവർക്ക് അനുകൂലമായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള തീരുമാനങ്ങൾ അല്ലെങ്കിൽ ഒരു വിജ്ഞാപനങ്ങളോ അല്ലെങ്കിൽ ഉത്തരവുകളോ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഇനി മിക്കവാറും EDയുടെ അന്വേഷണ പരിധിയിൽ വരും. മിക്കവാറും എന്നല്ല, ഉറപ്പായും EDയുടെ അന്വേഷണത്തിൽ വരും. 10 വർഷങ്ങൾ പിന്നിലേക്ക് പോയാണ് ED അന്വേഷണങ്ങൾ നടത്തുവാൻ പോകുന്നത് എന്നാണ് ഇപ്പോൾ അറിയുവാൻ സാധിക്കുന്നത്. അതിലെ പ്രശ്നം, മടിയിൽ കനമില്ലാത്തവന് വഴിയിൽ ഭയം വേണ്ട എന്നൊക്കെ പിണറായി വിജയൻ പറഞ്ഞാലും ഇപ്പോൾ സംശയിക്കാവുന്നത് അദ്ദേഹത്തിൻ്റെ മടിയിൽ മാത്രമല്ല, ശരീരമാസകലം വല്ലാതെ ഘനമുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഭയപ്പെട്ടേ മതിയാകൂ എന്നുള്ള ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ നീളുന്നത്. ഇനി അന്വേഷണ പരിധിയിൽ ശ്രീ പിണറായി വിജയൻ വന്നാൽ പ്രതിപക്ഷ നേതാവാണ് അദ്ദേഹം എന്നുള്ളൊരു സംരക്ഷണം അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ട് കൂടിയാണ് അദ്ദേഹം വാശി പിടിച്ച് താൻ തന്നെയാകണം പ്രതിപക്ഷ നേതാവെന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഇത്രയും കനത്തൊരു പരാജയത്തിലേക്ക് നയിച്ചതിൻ്റെ ഏക കാരണം താനായിരുന്നിട്ട് കൂടി പാർട്ടിയിലെ തൻ്റെ സ്വാധീനം ഉപയോഗിച്ച് വാശി പിടിച്ച് ആ സ്ഥാനം നേടിയെടുത്തത്. കാരണം പ്രതിപക്ഷ നേതാവിനൊരു തരത്തിലുള്ള ഒരു പരിധിവരെയെങ്കിലുമുള്ള ഒരു നിയമസംരക്ഷണമുണ്ട്. അതെല്ലാം മാറ്റിയെടുക്കുവാനുള്ള മാർഗങ്ങളുമുണ്ട്. ഗവർണർ അനുവദിച്ചാൽ മതി, അദ്ദേഹത്തെ പ്രോസിക്യൂട്ട് ചെയ്യാനോ അറസ്റ്റ് ചെയ്യാനോ ചോദ്യം ചെയ്യുവാനോ എല്ലാം കൃത്യമായ അനുവാദങ്ങൾ ലഭിച്ചാൽ മതി. നിയമത്തിന് വിധേയനായേ മതിയാകുകയുള്ളൂ, ED കൃത്യമായിട്ടുള്ള തെളിവുകൾ കണ്ടെടുത്താൽ. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന, അടിസ്ഥാനപരമായിട്ട് എക്സാലോജിക് എന്നുള്ള വീണയുടെ കമ്പനി അല്ലെങ്കിൽ വീണയുടെ ആ ഒരു സ്ഥാപനം വലിയ രീതിയിൽ അല്ലെങ്കിൽ ഒരുപാട് സാമ്പത്തിക രംഗത്ത് ഒരുപാട് നേട്ടങ്ങളുണ്ടാക്കി, അല്ലെങ്കിൽ ഈ IT രംഗത്ത് ഒരുപാട് മാറ്റങ്ങൾ വരുത്തി, അല്ലെങ്കിൽ അത്ര പ്രസിദ്ധമായൊരു കമ്പനിയൊന്നും ആയിരുന്നില്ല. ആ കമ്പനി ഇപ്പോൾ സംശയിക്കാവുന്നതല്ല, പലരും ഉറപ്പിച്ച് തന്നെ പറയുന്നത്, ഷോൺ ജോർജിനെ പോലുള്ളവർ ഉറപ്പിച്ച് തന്നെ പറയുന്നത്, ഈ കമ്പനി ഒരു മറ മാത്രമായിരുന്നു. അടിസ്ഥാനപരമായി പിണറായി വിജയനും സിൽവന്തികൾക്കും അല്ലെങ്കിൽ കുടുംബത്തിനും സാമ്പത്തിക ലാഭം, കൈക്കൂലി എന്ന് തന്നെ പറയാം, മാസപ്പടി അല്ലെങ്കിൽ വർഷപ്പടി അല്ലെങ്കിൽ വർഷക്കണക്കിനുള്ള പടി കൈപ്പറ്റുവാനുള്ളൊരു മറ. കമ്പനിയുടെ പേരിൽ എന്തെങ്കിലും സേവനം ചെയ്തു കൊടുത്തു എന്നുള്ള, അവിടെയാണ് മണ്ടത്തരം പറ്റിയത്. ഇരുഭാഗത്തും വീണ GST അടച്ചെങ്കിലും കർത്ത GST അടയ്ക്കുവാൻ മടിച്ചു ഈ തുകയ്ക്ക്. അവിടെ മുതലാണ് ഈ അന്വേഷണം തുടങ്ങുന്നത്. ഒരു ചെറിയ തെറ്റ്, ഏത് കുറ്റവാളിയും ഒരു തെളിവെങ്കിലും, ഒരു തലനാരിഴയ്ക്കുള്ള തെളിവെങ്കിലും അവശേഷിപ്പിക്കുമെന്ന് പറയാറില്ല. ദൈവത്തിൻ്റെ കൈ, ആ ദൈവത്തിൻ്റെ കൈയായിരുന്നു കർത്ത GST അടയ്ക്കാത്തത് എന്നാണ്, അല്ലെങ്കിൽ GST കൊടുക്കുവാൻ അല്ലെങ്കിൽ തയ്യാറാകാത്തത് എന്നാണ് രസികന്മാർ പറയുന്നത്. സത്യമായിരിക്കാം. ഇനി ഇതിൽ വിഷയത്തിലേക്ക് തിരിച്ചു വന്നാൽ, എന്തിന് എത്ര കാലമായിട്ട് കർത്തയെപ്പോലുള്ളവർ എത്ര മാസപ്പടികൾ, കർത്ത മാത്രമായിരിക്കണമെന്നില്ല, കാരണം കർത്ത ഒരു വ്യവസായി മാത്രമാണ്, കരിമണൽ കർത്ത എന്നൊക്കെ വിളിക്കുമെങ്കിലും മറ്റനേകം വ്യവസായികളുമായിട്ട് വ്യക്തിപരമായിട്ടുള്ള ബന്ധങ്ങളുണ്ട് എന്ന് തോന്നുന്ന തരത്തിൽ പിണറായി വിജയൻ്റെയും കുടുംബത്തിൻ്റെയും പെരുമാറ്റങ്ങൾ നാം കണ്ടിട്ടുള്ളതാണ്. ചിത്രങ്ങളായും ചലച്ചിത്രങ്ങളായും വീഡിയോകളായും.
വിദേശ രാജ്യങ്ങളിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ ദുരൂഹമായ യാത്രകൾ, അദ്ദേഹം ഓരോ തവണയും വിദേശയാത്രകൾ നടത്തുമ്പോൾ എവിടെയൊക്കെ പോയി എന്നുള്ളതിനെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ഒരിക്കലും പുറത്തുവിടാതിരിക്കുക, അത് ചോദിച്ചാൽ സുരക്ഷാ സംബന്ധിയായിട്ടുള്ള പ്രശ്നങ്ങളാണെന്ന് പറഞ്ഞ് അതിനെ തള്ളിക്കളയുക, വിവരാവകാശ രേഖയുടെ പരിധിയിൽ ഒന്നും വരാത്ത തരത്തിലുള്ള പ്രവർത്തികൾ നടത്തുക, മിക്കവാറും എല്ലാ വിദേശ സന്ദർശനങ്ങൾ കഴിഞ്ഞാലും തിരികെ വരുന്ന വഴി ദുബായിൽ കുറച്ച് നാൾ തങ്ങുക, ഇത്തരത്തിലുള്ള ദുരൂഹമായ നിരവധി പെരുമാറ്റങ്ങൾ പിണറായി വിജയൻ്റെ ഭരണകാലത്ത് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. ഒരു കാര്യം ശ്രദ്ധിക്കുക, മിക്കവാറും എല്ലാ വിദേശ സന്ദർശനങ്ങളിലും അദ്ദേഹത്തോടൊപ്പം വീണയും ഉണ്ടായിരുന്നു. സ്വാഭാവികമായി അതിന് മാത്രമൊരു ന്യായം പറയാം. പ്രായമായൊരു അച്ഛൻ ഏറ്റവും വാത്സല്യമുള്ളൊരു മകളെ ഒപ്പം കൂട്ടി അച്ഛൻ വിദേശ സഞ്ചാരം നടത്തുന്നു. മുഖ്യമന്ത്രി ആയതുകൊണ്ട് കുറച്ചുകൂടി സൗകര്യപൂർവ്വം അദ്ദേഹം വിദേശ സഞ്ചാരം നടത്തുന്നു, വലിയ വലിയ ആഡംബര ഹോട്ടലുകളിൽ താമസിക്കുന്നു. ഇതെല്ലാം സ്വാഭാവികം. അത് മാത്രം അംഗീകരിച്ചു കൊടുക്കാൻ വേണമെങ്കിൽ അതും തെറ്റാണ്. കാരണം സർക്കാർ ചെലവിൽ ആണോ വീണ പോയത് എന്നുള്ളതനുസരിച്ചിരിക്കും അത്. വീണയും വീണയുടെ മകനുമൊക്കെ യാത്ര ചെയ്തത് സർക്കാർ ചെലവിലാണെങ്കിൽ അതും തെറ്റ് തന്നെയാണ്. പക്ഷേ ഇക്കാര്യത്തിൽ ഏറ്റവും ചുരുങ്ങിയ ഒരു അംഗീകാരം നമുക്ക് നൽകാവുന്നത് അതിന് മാത്രമാണ്, മറ്റൊന്നിനും. വിശദീകരണങ്ങളില്ലാത്തിടത്തോളം കാലം, കൃത്യമായ വിശദീകരണങ്ങൾ നൽകാത്തിടത്തോളം കാലം അവയെല്ലാം സംശയത്തിൻ്റെ കണ്ണുകളിലൂടെ വീക്ഷിച്ചേ മതിയാകൂ എന്നുള്ളതാണ് ഇപ്പോഴത്തെ സാഹചര്യം. ഡിയും അതുതന്നെയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ അന്വേഷണം വീണാ വിജയനിൽ നിന്ന് നീളുകയാണ്, വീണാ വിജയനിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് നീളുകയാണ്, പ്രത്യേകിച്ച് പിണറായി വിജയനെ ലക്ഷ്യം വെച്ച് നീളുകയാണ്. കർത്താവിൻ്റെ കാര്യം, ശശിധര കർത്താവിൻ്റെ കാര്യം പറഞ്ഞാൽ ശശിധര കർത്താവ് നേരത്തെ ഈ അന്വേഷണ പരിധിയിലുണ്ട്. ഇനി അതിനും അപ്പുറത്തേക്കുള്ള വ്യാവസായിക വമ്പന്മാരുടെ ആരുടെയെങ്കിലും പേരുകൾ ഈ അന്വേഷണത്തിൻ്റെ ഇടയിൽ പുറത്തു വരുമോ എന്നുള്ളത് കണ്ടറിയണം. കാരണം ഇത്തരത്തിൽ അന്വേഷണം നടത്തുമ്പോൾ ആലോചിക്കുക, പല കാര്യങ്ങളും കണ്ടെത്തിയേക്കാം. ഡി അവരുടെ ഏതെങ്കിലും അന്വേഷണ റിപ്പോർട്ടിൽ എഴുതി വയ്ക്കുകയാണ്, ശശിധര കർത്താവിന് മാത്രമല്ല മറ്റു പല വമ്പൻ വ്യവസായികൾക്കും ഇത്തരം വഴിവിട്ട സഹായങ്ങൾ ചെയ്യുവാൻ വേണ്ടി എക്സാലോജിക്ക് വഴി മാസപ്പടിയോ വർഷപ്പടിയോ വർഷങ്ങളുടെ പടിയോ ഒക്കെ കൈപ്പറ്റിയിട്ടുണ്ട് എന്ന് ഒരു റിപ്പോർട്ടിൽ പരാമർശം വരികയാണെങ്കിൽ മറ്റ് പല അന്വേഷണ ഏജൻസികളും ഇതിനുള്ളിലേക്ക് കടക്കും. CBI ഉൾപ്പെടെയുള്ളവർ വരാം. SFIO ഓൾറെഡി ഉണ്ട്, സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ്, അത് ഇപ്പോൾ തന്നെ അന്വേഷണത്തിനുണ്ട്. CBI ഉൾപ്പെടെയുള്ളവർ ഇതിലേക്ക് രംഗപ്രവേശനം ചെയ്താൽ പിണറായി വിജയൻ്റെ മേലുള്ള കുരുക്കുകൾ കൂടുതൽ മുറുകും. അടിസ്ഥാനപരമായി ഇതെല്ലാം കേൾക്കുമ്പോൾ, ഈ സാഹചര്യങ്ങളെല്ലാം കേൾക്കുമ്പോൾ വളരെ നിസ്സാരമായി പരിഹരിക്കാവുന്ന ഒരു പ്രശ്നമായിരുന്നു ഇത്. മാസപ്പടി വാങ്ങിയത് തെറ്റ് തന്നെയാണ്, പക്ഷേ ഇത് നിയമത്തിൻ്റെ പിടിയിൽ വരാതെ ഒഴിവാക്കാവുന്ന ഒരു പ്രശ്നമായിരുന്നു. ആ GST അടച്ചിരുന്നെങ്കിൽ, കർത്തയും GST അടച്ച് എന്ത് സേവനമാണ് നൽകിയത് എന്നതിന് ഒരു തെളിവുണ്ടാക്കി വീണാ വിജയൻ നൽകിയിരുന്നെങ്കിൽ, നേരത്തെ തന്നെ സൂക്ഷിച്ചിരുന്നെങ്കിൽ, അത് അന്വേഷണ ഏജൻസികൾ ആവശ്യപ്പെട്ടപ്പോൾ നൽകിയിരുന്നെങ്കിൽ ഈ അന്വേഷണം അവിടെ അവസാനിച്ചേനെ. എക്സലൻ്റ് സർവീസിലാണ് തുടങ്ങിയ മുട്ടാപ്പോക്ക് ന്യായങ്ങൾ ഒടുവിൽ പെട്ടെന്ന് കണ്ടെത്തി പറയേണ്ടി വന്നതിൽ നിന്നാണ് ഈ കുരുക്ക് കൂടുതൽ മുറുകി തുടങ്ങിയത്. ഒരുപക്ഷെ അഹങ്കാരമായിരുന്നിരിക്കാം, അല്ലേ? ഞങ്ങളുടെ ഭരണം ഇനി ആചന്ദ്രതാരം തുടരും, ഞങ്ങളെ ആരും ഒന്നും ചെയ്യില്ല, സ്പർശിക്കുവാൻ സാധിക്കില്ല, ആ ഒരു അഹങ്കാരത്തിൻ്റെ അവസാനത്തെ ഈ അണയും മുമ്പൊന്ന് ആളിക്കത്തുമെന്ന് പറയില്ലേ, ആ ആളിക്കത്തലായിരിക്കണം ED ഉദ്യോഗസ്ഥന്മാർക്ക് നേരെയുള്ള ആക്രമണമായി പിണറായി വിജയൻ്റെ വസതിക്ക് മുൻപിൽ ഈ കഴിഞ്ഞ നാളുകളിൽ കണ്ടത്. അതിൻ്റെ പേരിൽ ഇപ്പോൾ പലരും ഉണ്ട തിന്നുന്നുണ്ട്. 9-ാം പ്രതിക്ക് പ്രോസിക്യൂട്ടർ സദയം ജാമ്യം അനുവദിപ്പിച്ച് കൊടുത്ത് നാട് കടത്തിയെന്നാണ് അറിയുവാൻ കഴിയുന്നത്. അതിനുള്ള വടയും ചായയും വേറെ വരുന്നുണ്ടെന്നാണ് പോലീസുകാർ തന്നെ പറയുന്നത്. പോലീസുകാർ തന്നെ കടുത്ത അമർഷത്തിലാണ് അത്തരത്തിലൊരു പ്രവൃത്തി പ്രോസിക്യൂട്ടറുടെ ഭാഗത്തു നിന്നുണ്ടായതിനാൽ. ഇനി പിണറായി വിജയനിലേക്ക് ഈ അന്വേഷണം നീളുമ്പോൾ അദ്ദേഹത്തിൻ്റെ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ ചെന്നെത്താമോ എന്നൊരു ചോദ്യമുണ്ട്. ചെന്നെത്തുമോ എന്ന ചോദ്യം ഉയരുമ്പോൾ എത്തിയേക്കാമെന്നാണ് ED ഉദ്യോഗസ്ഥർ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ തെരുവുകൾ വരും നാളുകളിൽ വലിയ സംഘർഷങ്ങൾക്കാണ് സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. കാരണം ഇപ്പോൾ തന്നെ ഗുണ്ടായുസവുമായി തിരുവനന്തപുരം നഗരസഭയുൾപ്പെടെയുള്ള കാര്യാലയങ്ങളിൽ കമ്മ്യൂണിസ്റ്റുകാർ അഴിഞ്ഞാടുകയാണ്. പിണറായി വിജയനെ പോലൊരു നേതാവിനെ, അവരുടെ ബിംബത്തെ, അവരുടെ ആരാധ്യനെ, പരമോന്നത നേതാവിനെ, അവരുടെ പ്രവാചകനെ, അന്ത്യപ്രവാചകനെ ED സ്പർശിച്ചാൽ മോദിക്കെതിരെ മുദ്രാവാക്യവുമായി തെരുവുകളിൽ കിടന്ന് കമ്മിക്കുഞ്ഞുങ്ങൾ പൊട്ടിത്തെറിക്കുന്നത് നാം കാണേണ്ടി വരും. വരും ദിവസങ്ങളിൽ ജനജീവിതം സ്തംഭിപ്പിച്ച് നാശകോശമാക്കുമെന്ന് തിരുവനന്തപുരത്ത് പറയും. ആ തരത്തിലുള്ള പ്രവർത്തനങ്ങളും രീതികളും
പ്രക്ഷോഭങ്ങളും മുദ്രാവാക്യം വിളികളും വെല്ലുവിളികളും എല്ലാം കേരളം കാണേണ്ടി വരും. പിണറായി വിജയൻ അകത്തു പോകുമോ ഇല്ലയോ എന്നുള്ളത് ഒരു 3 മാസങ്ങൾക്കുള്ളിൽ ഏതാണ്ട് കൃത്യമായി തന്നെ നമുക്ക് പറയുവാൻ സാധിക്കും. കാരണം ഈ അന്വേഷണങ്ങൾ 10 വർഷങ്ങളാണ് അന്വേഷണ പരിധിയിൽപ്പെട്ട ഒരു കാലയളവ്, അന്വേഷണ പരിധിക്കുള്ളിൽ വരുന്ന ഒരു കാലയളവ്. ആ 10 വർഷങ്ങൾ നീണ്ട അതിൽ തന്നെ പല രേഖകളും ഇടിമിന്നലേറ്റും സെക്രട്ടേറിയറ്റിന് തീ വെച്ചും ഒക്കെ നശിപ്പിച്ചു കഴിഞ്ഞു. ഇടിമിന്നൽ എങ്ങനെ കൃത്രിമമായി ഉണ്ടാക്കുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അതിനുള്ള ഏതെങ്കിലും ഇനി പിണറായി വിജയൻ ഈ തോർ വല്ലതുമാണോ? ഈ മാർവൽ സിനിമ കാണുന്നവരുണ്ടെങ്കിൽ അവർക്കറിയാം, ഇല്ലാത്തവർ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കി അറിയാവുന്നവരോട്. ഇനി അദ്ദേഹത്തിന് അതുപോലുള്ള അമ്മാതിരിയുള്ള ശക്തി അതോ ഇനി മുഹമ്മദ് റിയാസിനുണ്ടോ എന്ന് എനിക്കറിയില്ല. അത് പ്രേക്ഷകർ പറയുക, അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ എന്ന്. പക്ഷേ ഈ രേഖകൾ പലതും കത്തിപ്പോയി, കാണാതായി, അല്ലെങ്കിൽ മുങ്ങിപ്പോയി എന്നൊക്കെ ഉള്ള പ്രശ്നങ്ങൾ കിടപ്പുണ്ട് ഇഡിയുടെ മുൻപിൽ. അതെല്ലാം കത്തിപ്പോയതിനെ തിരിച്ച് പുനർനിർമ്മിച്ചെടുക്കണം, മുങ്ങിപ്പോയതിനെ മുങ്ങിത്തപ്പിയെടുക്കണം. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഇഡി അഭിമുഖീകരിക്കുന്നുണ്ട്. എന്നിരുന്നാൽ പോലും കൃത്യമായി തന്നെ ഒരു അന്വേഷണം നടന്നാൽ മിക്കവാറും പിണറായി വിജയൻ അകത്തു പോകുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. ഷോൺ ജോർജ് അത് വളരെ ഉറപ്പോടുകൂടി തന്നെ പറയുന്നുണ്ട്. ഈ അന്വേഷണം അവിടേക്ക് നീളും. അറസ്റ്റ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് അന്വേഷണ ഏജൻസികളുടെ തീരുമാനമാണ്. പക്ഷേ കുരുക്കുകൾ മുറുകുകയാണ് എന്ന് തന്നെയാണ് ഷോൺ ജോർജിൻ്റെയും അഭിപ്രായം. ഇ ഡി ഉദ്യോഗസ്ഥന്മാരും അത് തന്നെയാണ് പറയുന്നത്. എന്തായാലും നമ്മുടെ പ്രതിപക്ഷ നേതാവ് അകത്തു പോകുമോ ഇല്ലയോ എന്നുള്ളത് ഏതാനും മാസങ്ങൾക്കുള്ളിൽ കൃത്യമായി നമുക്കറിയുവാൻ സാധിക്കും. അതറിയുന്നതിനോടൊപ്പം തന്നെ തത്വമയി ന്യൂസും ഉണ്ടാകും. പ്രേക്ഷകർക്ക് ആ വാർത്തകൾ വിശകലനങ്ങളും എത്തിക്കാൻ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി ഷെയർ ചെയ്യുക. ഒപ്പം ഞങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളിലൂടെ ഞങ്ങളുമായി പങ്കുവയ്ക്കുക. ഈ വിഷയത്തെക്കുറിച്ച് എന്തുമായിക്കോട്ടെ, എതിർത്തും അനുകൂലിച്ചുമുള്ള അഭിപ്രായങ്ങൾ കമൻറ്റുകളിലൂടെ ഞങ്ങളുമായി പങ്കുവയ്ക്കുക. ഒപ്പം തത്വമയി ന്യൂസിൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. ദേശീയതയോടൊപ്പമുള്ള ഈ യാത്രയിൽ തത്വമയി ന്യൂസിനൊപ്പം ഒരു കുടുംബാംഗമായി നിങ്ങളും ഉണ്ടാകണം. അപ്പോൾ സംവാദങ്ങൾ തുടരട്ടെ. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.